ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നാച്ചുറൽ ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഡയന്തസ് ചെടികളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഡയന്തസ് ചെടികളെ അങ്ങനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. പല പല കളേഴ്സുകളിലും ഷെയ്ഡുകളിലും ഒക്കെ വരുന്ന ഈ ഡയാന്തസ് ചെടികളെ ഒരുവിധം എല്ലാവരും ഇഷ്ടപ്പെടും. പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഡയാന്തസ് ചെടികളെ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. നമ്മുടെ നാച്ചുറൽ ഗാർഡനിൽ ഒരുപാട് വെറൈറ്റി കളേഴ്സിലുള്ളതും ഷെയ്ഡുകളിലുള്ളതും ഒക്കെ ആയിട്ടുള്ള ഡയന്തസ് പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇവിടെ അടിപൊളിയായിട്ട് വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇന്നലെ വന്നിട്ടുള്ള ലോഡാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഡയന്തസ് പ്ലാന്റ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നു കൂടിയുണ്ട്. ഡയാന്തസ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് കെയറിങ് കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു ചെടിയാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് മാത്രമല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഈ ചെടിക്ക് ഒരുപാട് വെയിൽ വേണ്ട, അതുപോലെ തന്നെ ഒരുപാട് തണലും ആവശ്യമില്ലാത്തൊരു ചെടിയാണ്. എന്ന് വെച്ചിട്ട് ഷെയ്ഡായിട്ടുള്ള ഭാഗത്ത് ഇത് വെച്ചു കൊടുക്കരുത്. നേരിയ സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണം ഈ ചെടി വെച്ചു കൊടുക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനധികം വെള്ളം ആവശ്യമില്ല. വെള്ളം ഓവറായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ചെടി എന്തായാലും ചീഞ്ഞു പോവും. അതുകൊണ്ട് വെള്ളം അധികം ഒഴിച്ചു കൊടുക്കാതിരിക്കുക. അത് നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഇതിന്റെ ഇലകളിലൊക്കെ തുമ്പറ്റം മഞ്ഞ കളർ വരാൻ തുടങ്ങും. അതുപോലെ തന്നെ വെയിൽ കൂടിയാലും ഇതിന്റെ ഇലകളിലെ തുമ്പിൽ മഞ്ഞ കളർ വരാൻ തുടങ്ങും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടാൽ മനസ്സിലാക്കാം ഒന്നുകിൽ വെയിൽ കൂടിയിട്ടായിരിക്കും അല്ലെങ്കിൽ വെള്ളം കൂടിയിട്ടായിരിക്കും എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് ഈ ചെടി സെറ്റ് ചെയ്യുക. ഇതിന് പോട്ട് എടുക്കുമ്പോൾ ഡ്രൈനേജുള്ള പോട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം വാർന്നു പോകുന്ന പോട്ടാണെങ്കിൽ മാത്രമാണ് ഈ ചെടി ലാസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ ഇത് നന്നായിട്ട് പടർന്ന് ബുഷിയായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് ഇത് ഇടയ്ക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഉള്ള പൂക്കളുടെ കാലാവധി കഴിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ തണ്ടിന്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമാണ് പുതിയ ശിഖരങ്ങളും മൊട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടായി വരുള്ളൂ. അങ്ങനെ ബുഷിയാക്കി നിർത്തിയെങ്കിൽ മാത്രമാണ് ഈ ചെടി ഒരു കുറ്റിച്ചെടി പോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പൂവ് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ സീഡ്സ് ഉണ്ടാവും. ഒരു ചെറിയൊരു സീഡ്സ് ആണ്. ആ സീഡ്സ് നമ്മൾ അങ്ങനെ നുള്ളിക്കളയണം. അത് നുള്ളിക്കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചെടി എന്തായാലും നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സീഡ്സ് എന്തായാലും നുള്ളിക്കളയേണ്ടത് അത്യാവശ്യമാണ്. അത് ഒന്നുകിൽ നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ കത്രിക വെച്ചിട്ട് ചെയ്യാം. എങ്ങനെയായാലും കുഴപ്പമില്ല. ഈ പ്ലാന്റ് നമുക്ക് നമ്മുടെ വീട്ടിലെ ഗാർഡനുകളിലൊക്കെ ബോർഡർ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. ഇത് ഡയന്തസ് പ്ലാന്റ്സിന്റെ സിംഗിൾ പെറ്റലാണ്. ഇതിന്റെ തന്നെ മൾട്ടി പെറ്റൽ വരുന്നതും ഉണ്ട്. അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷെ അതിപ്പോ നമ്മുടെ അടുത്ത് അവൈലബിൾ അല്ല. നമ്മുടെ അടുത്ത് ഇപ്പൊ സിംഗിൾ പെറ്റൽ മാത്രമേ വന്നിട്ടുള്ളൂ. അത് ഇടയ്ക്കൊക്കെ വരാറുണ്ട്. ഇതൊരു പ്രത്യേക ഭംഗിയുള്ള ഒരു റെഡ് കളറാണ് കേട്ടോ. ഇതങ്ങനെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മളങ്ങനെ എപ്പോഴും കാണുന്ന ഒരു ഡയാന്തസ് അല്ല. ഈ കളർ അങ്ങനെ എപ്പോഴും വരാറില്ല. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ അടുത്ത് ഡയാന്തസ് ചെടികൾ തീരെ നിൽക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നാശമായി പോവുകയാണ്, ചീഞ്ഞു പോവുകയാണ് എന്നുള്ളതൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഒന്നുകിൽ ചിലപ്പോൾ നിങ്ങൾ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ടുള്ള സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് ചെടികൾ വെച്ചു കൊടുക്കുന്നത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പോട്ടി മിക്സ് കൊണ്ടായിരിക്കും. ഇത് മൂന്നും എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും ഈ ചെടികൾ പെട്ടെന്ന് നാശമായി പോകുന്നത്. ചെടി നട്ടു കൊടുക്കാനായിട്ട് കുറച്ച് മണ്ണും മണലും ചാണകപ്പൊടിയും മതിയാവും. പിന്നെ ഇടയ്ക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് അതിന്റെ തെളി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൂക്കൾ നന്നായിട്ടുണ്ടാവും. പിന്നെ ഇതിനധികം രാസവളങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ജൈവവളങ്ങൾ മാത്രം കൊടുത്താൽ മതി. എങ്കിൽ തന്നെ നന്നായി പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണിത്. അപ്പൊ എന്റെ ഈ ഡയാന്തസ് പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ സഹകരിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരുപാട് മെസ്സേജുകളും കമന്റുകളും ഒക്കെ എനിക്ക് കിട്ടി. അതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇനിയും ഇതുപോലെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാൻ മറക്കരുത്. വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഡയാന്തസ് പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.